ജീവിതം ആഘോഷമാക്കി. ആഘോഷത്തിമിർപ്പിൽ ജീവിതം കൈവിട്ടു പോകുന്നത് അറിഞ്ഞില്ല. ജീവിതം കൈവിട്ടു പോയപ്പോൾ മുന്നിൽ ശൂന്യത മാത്രം. ഒടുവിൽ റെയിൽ പാളത്തിൽ ചിതറിക്കിടന്നു ആ മഹാതാരം. ആ താരത്തിൻ്റെ പേര് പ്രേം നവാസ്. 1992 മാർച്ച് 27 ചെന്നൈയിലെ, അതായത് മദ്രാസിലെ റെയിൽ പാളത്തിൽ പ്രേം നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതൊരു അപകട മരണമാണോ ആത്മഹത്യയാണോ എന്നതിനെക്കുറിച്ചുള്ള സൂചനകളൊന്നുമില്ല. ആത്മഹത്യയാകാനാണ് സാധ്യത കൂടുതലെന്ന് പ്രേം നവാസുമായി അടുത്തവർ പറയുന്നു. പ്രേം നസീറിൻ്റെ അനുജൻ പ്രേം നവാസ് ഒരു കാലത്ത് മലയാള സിനിമയെ നിയന്ത്രിച്ചിരുന്ന മഹാമേരുവായിരുന്നു. അബ്ദുൾ വഹാബ് എന്നാണ് പ്രേം നവാസിൻ്റെ യഥാർത്ഥ പേര്. അബ്ദുൾ ഖാദറിനെ പ്രേം നസീറാക്കിയ തിക്കുറിശി അബ്ദുൾ വഹാബിനെ പ്രേം നവാസാക്കി മാറ്റി. കൂടപ്പിറപ്പാണ് അദ്ദേഹം അഭിനയിച്ച ആദ്യ ചിത്രം. ആ ചിത്രത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. വയലാർ രാമവർമ്മ ആദ്യമായി ഗാനമെഴുതിയ ചിത്രം കൂടിയാണ് കൂടപ്പിറപ്പ്. അംബികയായിരുന്നു ചിത്രത്തിലെ നായിക. ചിത്രം പരാജയപ്പെട്ടു. പക്ഷേ പ്രേം നവാസ് ചരിത്രത്തിലേക്ക് കടന്നു കയറി. മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രമായ കണ്ടം വെച്ച കോട്ടിൽ പ്രേം നവാസായിരുന്നു നായകൻ. ചിത്രം വലിയ ഹിറ്റായി മാറി. അങ്ങനെ ആദ്യത്തെ കളർ ചിത്രത്തിൽ നായകനായി അഭിനയിച്ച പ്രേം നവാസ് ചരിത്രത്തിൽ ഇടം നേടുകയും ചെയ്തു. കാർത്തിക, വേലുത്തമ്പി ദളവ തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ പ്രേം നവാസ് ശ്രദ്ധേയമായ വേഷം ചെയ്തു. പ്രേം നവാസും പ്രേം നസീറും തമ്മിൽ അസാധ്യമായ രൂപസാദൃശ്യം ഉണ്ടായിരുന്നു. പലരും പ്രേം നവാസിനെ കണ്ട് പ്രേം നസീറാണെന്ന് തെറ്റിദ്ധരിച്ചിരുന്നു. അനിയന് സിനിമയിൽ ശോഭിക്കാൻ കഴിയാതെ വന്നപ്പോൾ പ്രേം നസീർ അദ്ദേഹത്തിന് വലിയ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചു. നിർമ്മാണ ചുമതല അദ്ദേഹത്തെ ഏൽപ്പിച്ചു. പ്രേം നസീറിൻ്റെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രമായ അഗ്നിപുത്രി നിർമ്മിച്ചത് പ്രേം നവാസാണ്. പൂജയ്ക്കെടുക്കാത്ത പൂക്കൾ, കെണി എന്നീ ചിത്രങ്ങൾ നിർമ്മിച്ചതും പ്രേം നവാസ്. കെണിയിൽ മമ്മൂട്ടിയും പ്രേം നസീറിനോടൊപ്പം അഭിനയിച്ചിരുന്നു. പ്രേം നവാസിന് ഒരു കുഴപ്പമുണ്ടായിരുന്നു. പ്രേം നസീർ എല്ലാ കാര്യത്തിലും മാന്യത പുലർത്തുന്ന വ്യക്തിയായിരുന്നു. പണത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധിച്ച് പണം കൈകാര്യം ചെയ്യുന്ന വ്യക്തി. പ്രേം നസീറിൻ്റെ മകൻ ഷാനവാസ് പറഞ്ഞിട്ടുണ്ട്, ഡാഡി പണം തരുന്ന രീതി, കാരണം ആവശ്യത്തിന് മാത്രം പണം കൊടുക്കുക. പ്രേം നവാസ് അങ്ങനെയല്ലായിരുന്നു. പ്രേം നസീറിൻ്റെ പണം പ്രേം നവാസ് ദൂർത്തടിച്ചു. അഗ്നിപുത്രി തമിഴിൽ റീമേക്ക് ചെയ്യാൻ പ്രേം നസീറിന് വലിയ താല്പര്യമുണ്ടായിരുന്നു. പ്രേം നസീർ അഭിനയിച്ച റോളിൽ ശിവാജി ഗണേശൻ അഭിനയിക്കാമെന്ന് ഏൽക്കുകയും ചെയ്തു. അതിൻ്റെ നിർമ്മാണ ചുമതല പ്രേം നവാസിനെ ഏൽപ്പിച്ചു. പ്രേം നവാസ് ആ പണം കൊണ്ടുപോയി ദൂർത്തടിച്ചു. മുന്തിയ ഹോട്ടലുകളിൽ ചൂത് കളിച്ചും മദ്യപിച്ചും ജീവിതം ആഘോഷിച്ച പ്രേം നവാസിനെ പല പ്രാവശ്യം ബെൽറ്റ് കൊണ്ടടിച്ച് പുറത്താക്കിയിട്ടുണ്ട് പ്രേം നസീർ. പുറത്താക്കിയാലും പ്രേം നസീറിൻ്റെ ഉള്ളിൽ അനുജനോടുള്ള സ്നേഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രേം നവാസ് തിരിച്ചു വരുമ്പോൾ പ്രേം നസീർ ഇരു കൈകളും നീട്ടി സ്വീകരിക്കും, വീണ്ടും തല്ലി പുറത്താക്കും. ഇതായിരുന്നു പ്രേം നവാസിൻ്റെ ഒരു സ്വഭാവം. മദ്രാസിൽ പ്രേം നസീറിൻ്റെ ബലത്തിൽ ഷൈൻ ചെയ്ത് പ്രേം നവാസ് അങ്ങനെ നടന്നു. പ്രേം നവാസ് ഷൈൻ ചെയ്ത് നടക്കുമ്പോൾ പ്രേം നസീർ ഈ കാര്യങ്ങളൊക്കെ പലരിൽ നിന്നായി അറിയുമായിരുന്നു. പ്രേം നവാസിൻ്റെ ദൂർത്ത് നിറഞ്ഞ ജീവിതത്തെ നിയന്ത്രിക്കുന്നതിൽ പ്രേം നസീർ പരാജയപ്പെട്ടുപോയി. മദ്യവും ചൂതാട്ടവും തമ്പന്നരുടെ ക്ലബും ഒക്കെയായി പ്രേം നവാസ് മദ്രാസിൽ വിലസി. പ്രേം നസീർ ആകട്ടെ അഭിനയിച്ച് കിട്ടുന്ന പണമൊക്കെ പണത്തിൻ്റെ ഒരു ഭാഗം പ്രേം നവാസിന് കൊടുക്കേണ്ട ഗതികേടും വന്നു. പ്രേം നസീർ അന്തരിച്ചതോടെ പ്രേം നവാസിൻ്റെ കാര്യം കഷ്ടത്തിലായി മാറി. പിന്നീട് ആരും പ്രേം നവാസിനെ തിരിഞ്ഞു നോക്കിയില്ല.
പ്രേം നസീർ രാജാവായിരുന്നപ്പോൾ പ്രേം നസീറിൻ്റെ ഡേറ്റുകൾ നിയന്ത്രിച്ചിരുന്നത് പ്രേം നവാസായിരുന്നു. പ്രേം നസീറിൻ്റെ ഡേറ്റുകൾക്കായി നിർമ്മാതാക്കൾ ആദ്യമെത്തുക പ്രേം നവാസിൻ്റെ മുമ്പിൽ. പ്രേം നവാസ് ഡേറ്റുകൾ നിശ്ചയിക്കും. മാത്രമല്ല, പ്രേം നസീറിൻ്റെ പല പല ബിസിനസ്സുകൾ അതൊക്കെ നോക്കി നടത്തിയിരുന്നതും പ്രേം നവാസായിരുന്നു. മദ്രാസിൽ രാജതുല്യമായ ജീവിതമായിരുന്നു പ്രേം നസീർ ജീവിച്ചിരിക്കുന്നത് വരെ പ്രേം നവാസ് അനുഭവിച്ചത്. പ്രേം നസീർ മരിച്ചപ്പോൾ സിനിമാ രംഗത്ത് ആരും പ്രേം നവാസിനെ മൈൻഡ് ചെയ്തില്ല. അതിനിടയിൽ സുലോചന എന്ന എയർ ഹോസ്റ്റസിനെ പ്രേം നവാസ് വിവാഹം കഴിച്ചു. അവർക്ക് പ്രേം കിഷോർ എന്നൊരു മകനുണ്ട്. പണ്ടുകാലത്ത് മുന്തിയ ഹോട്ടലുകളിൽ സൽക്കാര വിരുന്നൊരുക്കിയ പ്രേം നവാസ് അവസാന കാലഘട്ടത്തിൽ ഒരു മുന്തിയ ഹോട്ടലിൽ മാനേജറായി ജോലി ചെയ്തു, ജീവിക്കാൻ വേണ്ടി. അത്ര ഗതികേടിലായിരുന്നു പ്രേം നവാസ്. പണത്തിന് വേണ്ടി, കുടുംബം പോറ്റാൻ വേണ്ടി ഒരു ഹോട്ടലിൽ മാനേജറായി ജോലി ചെയ്യേണ്ട അവസ്ഥ, അതും താൻ ആർത്തുല്ലസിച്ച, താൻ പണം വാരി എറിഞ്ഞ ഹോട്ടലിൽ മാനേജറാകേണ്ട അവസ്ഥ. ആ അവസ്ഥ പ്രേം നവാസിനെ സംബന്ധിച്ചിടത്തോളം നരകതുല്യമായിരുന്നു. അവസാന കാലത്ത് വിഷാദ രോഗത്തിൻ്റെ പിടിയിലായിരുന്നു പ്രേം നവാസ് എന്ന് അദ്ദേഹവുമായി അടുപ്പമുള്ളവർ പറയുന്നു. പല വിധത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പ്രേം നവാസിനെ അലട്ടിയിരുന്നതായി അദ്ദേഹവുമായി അടുപ്പമുള്ളവർ പറയുന്നു. എന്തായാലും 1992 മാർച്ച് 7 ഇതിഹാസ തുല്യമായ ആ ജീവിതം അവസാനിച്ചു. പ്രേം നവാസ് മരിച്ചു കിടന്നപ്പോൾ അത് കാഴ്ചക്കാരായ തമിഴർ വിചാരിച്ചത് പ്രേം നസീർ ആയിരുന്നു മരിച്ചു കിടന്നത് എന്നായിരുന്നു. കാരണം ഇവർ തമ്മിലുള്ള രൂപസാദൃശ്യം അത്രയ്ക്ക് ദൃഢമായിരുന്നു. എന്തായാലും പ്രേം നവാസ് വലിയ ദുരന്തമായി മാറി. എല്ലാം നേടിയെടുക്കാൻ കഴിയുമായിരുന്നു പ്രേം നവാസിന് ജ്യേഷ്ഠൻ്റെ തണലിൽ. പക്ഷേ ജീവിതം അരാജകത്വത്തിലേക്ക് പോയാൽ പിന്നീട് എന്തു ചെയ്യും മനുഷ്യൻ? ജീവിതം അരാജകത്വത്തിൻ്റെ പിടിയിലേക്ക് പതിയെ പോയപ്പോൾ അതിനെ നിയന്ത്രിക്കാനോ അതിനെ തിരിച്ചു കൊണ്ടുവരുവാനോ പ്രേം നവാസ് ശ്രമിച്ചില്ല. അതാണ് പ്രേം നവാസിൻ്റെ പരാജയം. അവിടെയാണ് പ്രേം നവാസ് പരാജയപ്പെട്ടു പോയത്. പ്രേം നവാസിൻ്റെ ജീവിതം ഒരു സിനിമാ കഥ പോലെ വൈചിത്രം നിറഞ്ഞതാണ്. ചേട്ടൻ വലിയ സൂപ്പർ സ്റ്റാർ. ചേട്ടൻ്റെ പ്രോജക്റ്റുകൾ നിർമ്മിക്കുന്നത് അനുജൻ. ധൂർത്തനായ അനുജനെ കൂടെ തല്ലിയിറക്കുന്ന ചേട്ടൻ. വീണ്ടും അനുജനെ വിളിച്ച് അകത്ത് കയറ്റുന്ന ചേട്ടൻ. അങ്ങനെ വളരെ ഒരു സിനിമാ കഥ പോലെ രസകരമായിരുന്നു ഇരുവരും തമ്മിലുള്ള ബന്ധം. ഇരുവരും തമ്മിലുള്ള രൂപസാദൃശ്യവും ശ്രദ്ധേയമായിരുന്നു. നസീറിൻ്റെ ഡ്യൂപ്പായി പലപ്പോഴും പ്രേം നവാസ് അഭിനയിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയം. ചുരുക്കത്തിൽ കുബേരനായി ജീവിച്ചു, കുചേലനായി അന്തരിച്ചു. ഇതാണ് പ്രേം നവാസിൻ്റെ ഇതിഹാസ തുല്യമായ ജീവിതം.